71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ നോൺ ഫീച്ചർ ഫിലിമിലും മലയാളികൾക്ക് ഏറെ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നെഗൽ ഡോക്യുമെന്ററിയുടെ സംവിധായകൻ MK രാംദാസ് നമ്മളൊപ്പം ചേരുകയാണ്. സർ, വളരെ വലിയ രീതിയിൽ മലയാളക്കര ചർച്ച ചെയ്ത ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് നെൽവയലുകളുടെ സംരക്ഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നെഗൽ എന്ന് പറയുന്ന ഡോക്യുമെന്ററി ഒരു രാജ്യാന്തര തലത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വളരെ സന്തോഷം തോന്നുന്ന ഒരു അവസരമാണിത്. ഒന്ന് ഇത് ഉന്നയിക്കുന്ന ഈ സിനിമ ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശമാണ്, കൃഷി ചെയ്യാനുള്ള അവകാശമാണ്, ഭക്ഷണം കഴിക്കാനുള്ള അവകാശമാണ്. ആ നിലയ്ക്കൊക്കെ ചെറുവയൽ രാമൻ എന്ന് പറയുന്ന കർഷകന്റെ പ്രാധാന്യം വലുതാണ്. അദ്ദേഹത്തിന് 2003 രാജ്യം പത്മശ്രീ നൽകി അംഗീകരിക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വർക്ക് പറയുന്നത്. 2018 മുതൽ ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനൊരു മാധ്യമപ്രവർത്തകനായതുകൊണ്ടാണ് അത് സാധിച്ചത്. തുടർച്ചയായ ഒരു 5 വർഷത്തിന് ശേഷമാണ് ഇത് പൂർത്തിയാക്കുന്നത്. അത് പൂർത്തിയാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയ അതേ വാല്യൂ തന്നെ ഈ ഒരു സിനിമയ്ക്ക് നൽകേണ്ടി വരുന്നുണ്ട് നമ്മളുടെ ഭരണകൂടത്തിൽ. ആ അർത്ഥത്തിലും യഥാർത്ഥത്തിൽ ഒരു വലിയ സന്തോഷം തോന്നുന്ന ഒരു അവസരമാണിത്. പിന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, അതായത് നമ്മളുടെ വിത്തുകളുടെ റൈറ്റ് കോർപ്പറേറ്റുകളുടെ കയ്യിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഒരു പരമ്പരാഗതമായ ഒരു ആദിവാസിയായിട്ടുള്ള ഒരു കർഷകൻ ബദലായി ഒരു സാധനം മുന്നോട്ട് വെക്കുന്നു, ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നു, ഒരു മാതൃക മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുന്നത് വലിയ വിശിഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. ലോകത്തിൽ എവിടെയും അത് പ്രസക്തവുമാണ്. ആ നിലയ്ക്ക് തന്നെ ഈ ഡോക്യുമെന്ററിയും അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് അഭിമാനമുണ്ട്. യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ ഈ വിജയം എന്ന് പറയുന്നത് ഈ രാമേട്ടന്റെ വിജയവും കൂടിയാണ്, ഈ രീതിയിലുള്ള കർഷകരുടെ വിജയവും കൂടിയാണ്, ഈ രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യരുടെ വിജയം കൂടിയാണ്. ഈ നോൺ ഫീച്ചർ ഫിലിമുകൾക്കും ഈ കാലഘട്ടത്തിൽ വലിയ പ്രസക്തി ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പണ്ടത്തെ ഒരു സാഹചര്യത്തെക്കാളും ഇപ്പോൾ കൂടുതൽ പ്രസക്തി ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഒന്ന്, ഡോക്യുമെന്ററി എന്നുകൊണ്ട് വളരെ ഗൗരവപ്പെട്ട വിഷയങ്ങൾ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. പക്ഷേ ഒരിക്കൽ പോലും അതിന്റേതായുള്ള പ്രാധാന്യം കിട്ടാറില്ല. നമ്മുടെ ഈ പറയുന്ന കഥകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഫീച്ചർ സിനിമകൾക്ക് ആണ് അതിന്റെ ബഹുമാന്യത മുഴുവൻ കിട്ടുന്നത്. റിയലി വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡോക്യുമെന്ററികളാണ്. പക്ഷെ അതിനൊന്നും കിട്ടാറില്ല. അത് കിട്ടുന്നത് യഥാർത്ഥത്തിൽ പല പുരസ്കാരങ്ങളൊക്കെ കിട്ടുമ്പോൾ മാത്രം ഉണ്ടാകുന്ന 1-2 വാർത്തകൾക്ക് അപ്പുറത്തേക്ക് ഇത് പോകാറ്. സിനിമ കാണാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളത്. ഇപ്പോൾ ഈ OTT പോലുള്ള പ്ലാറ്റ്ഫോമുകളോ അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടി ഇത് കാണാൻ കഴിയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മളൊരു ജനകീയ ഗവൺമെന്റുകൾ ഇതിനുള്ള പ്രത്യേകിച്ചുള്ള സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും കൂടി ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി അർത്ഥവത്തായി മാറുന്നത്. കാരണം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതൊരു ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഇത്തരം വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങൾക്ക് ചർച്ച ചെയ്യുന്നതിനെ പൊതുജനത്തിന്റെയും സമൂഹത്തിന്റെയും മുന്നിൽ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കണം ഈ സിനിമ അവാർഡുകൾ നൽകുന്നതോടൊപ്പം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നോൺ ഫീച്ചർ ഫിലിമുകൾ സർക്കാർ ഇനത്തിൽ, അതായത് കൂടുതൽ പ്രചാരം നൽകാൻ വേണ്ടിയുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ എന്താണെങ്കിൽ ഈ സിനിമകൾ കാണിക്കാൻ വേണ്ടി സർക്കാരിന്റെ സംവിധാനത്തിലുള്ള തിയേറ്ററുകൾക്ക് അവസരം ഉണ്ടാക്കുക എന്നുള്ളതിനൊരു നല്ല മാർഗം. കാരണം ആളുകൾ കാണുന്നതാണ്. ഇത് ഒന്നാമത് ഒരു സാങ്കല്പികമായ ഒരു സംഭവങ്ങളല്ല, യാഥാർത്ഥ്യത്തിലുള്ള മനുഷ്യരുടെ പോരാട്ടങ്ങളോ അല്ലെങ്കിൽ അത്തരം ആശയങ്ങളോ ആണ് ഇത്തരം സിനിമകളിലൂടെ മുഴുവനായിട്ടും വരാറ്. രാഷ്ട്രീയമായ വിവാദങ്ങൾക്ക് അപ്പുറത്തുള്ള സിനിമകൾക്ക് അത്ര പോലും പ്രാധാന്യം കിട്ടാറില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും അത് അങ്ങനെ ഡിസ്കസ് ചെയ്യപ്പെടാറില്ല എന്നാണ്. ചെറുവയൽ രാമൻ എന്ന് പറയുന്ന ഒരാൾക്ക് കിട്ടിയ പത്മശ്രീ പോലും ബഹുമാനപ്പെടുന്നതിന് അല്ലെങ്കിൽ അത് ആദരവറിയിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ദൗത്യവും കൂടിയാണ്. അപ്പൊ അങ്ങനെ ഈ സിനിമയും ഈ പറയുന്ന ഈ ഒരു വർക്കും അതിന്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞാൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. എന്തായാലും നെൽകർഷകരുടെ ജീവിതം പറയുന്ന നെഗൽ രാജ്യാന്തര തലത്തിലേക്ക് പോലും ചർച്ചയായിരിക്കുകയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും, ഇനിയും വലിയ നേട്ടങ്ങളിലേക്ക് അങ്ങ് എത്താൻ സാധിക്കട്ടെ ആശംസിക്കുന്നു. ഡൽഹിയിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം സജു തോമസ്, മീഡിയ.